ജി വി ഹരി, ഇത് ഒരു കോൺഗ്രസിന് ഭൂഷണമായ ഒരു കാര്യമല്ല. നിങ്ങൾ പറയും കോൺഗ്രസിൽ ഇത് പതിവാണ്, ഇങ്ങനെ ജനാധിപത്യ പാർട്ടിയിൽ തർക്കങ്ങൾ വരും, അവിടെ അഭിപ്രായം പറയുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നൊക്കെ പറയുമ്പോഴും ഇതൊരു മോശം അവസ്ഥയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരാഴ്ചയാകുന്നു ഫലം വന്നിട്ട്, പക്ഷെ മുഖ്യമന്ത്രി ആരെന്ന് തീരുമാനിക്കുവാൻ ഹൈക്കമാൻഡിന് കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ അത്ര വലിയ തർക്കം എന്താണ്? യുടെ ആശങ്ക ഞാൻ മനസ്സിലാക്കുന്നു. ആദ്യം കേരളത്തിൽ ഇതിനു മുമ്പുള്ള സർക്കാരുകൾ ഒരുപാട് ദൂരം പോകുന്നില്ല. 10 കൊല്ലപ്പ് സർക്കാർ, 2 സർക്കാർ, പിണറായി സർക്കാർ അധികാരത്തിൽ വന്നത് എന്നും നമുക്ക് ആദ്യം പരിശോധിക്കാം. ശ്രീ പിണറായി വിജയൻ ആദ്യമായിട്ട് അധികാരത്തിൽ വരുന്നത് 2016 മെയ് 25-നാണ്. ആ സർക്കാർ തിരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ചത് 2016 മെയ് 19-നായിരുന്നു. പക്ഷെ അദ്ദേഹം സ്ഥാനമേൽക്കുന്നത് മെയ് 25-ാം തീയതിയാണ്. എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ 6 ദിവസം കഴിഞ്ഞിട്ടാണ്. രണ്ടാമത് പിണറായി സർക്കാരിൻ്റെ ഈ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ 2021 മെയ്യിലാണ് ഫലം പ്രഖ്യാപിച്ചത്, മെയ് 2-ാം തീയതി. സത്യപ്രതിജ്ഞ 2021 മെയ് 10-ാം തീയതിയാണ്, 20-ാം തീയതിയാണ്. എന്ന് പറഞ്ഞാൽ 18 ദിവസം കഴിഞ്ഞിട്ടാണ്. അപ്പോഴൊന്നും ഈ ആശങ്ക, മഞ്ജുഷിന്റെ ഈ ആശങ്ക ഞാൻ കണ്ടു. കഴിഞ്ഞ ഒരു തർക്കവും ഇല്ലായിരുന്നു. ഇവിടെ ഇത് കേരളത്തിലെ കാര്യം. രാജസ്ഥാനിൽ ഒരു തർക്കവും ഇല്ലായിരുന്നു. അവിടെ ഒരു തർക്കവും ഇല്ലാഞ്ഞിട്ട് പോലും 18 ദിവസം ആയി എന്ന് ഞാൻ പറഞ്ഞു വരുന്നത്. ഇവിടെ നിങ്ങൾ പറയുന്ന തർക്കമുണ്ടെന്ന്, ഞങ്ങൾക്ക് ഒരു തർക്കവും ഇല്ല. ഇന്നലെ ഈ കാര്യങ്ങളെ കുറിച്ച് ഡൽഹിയിൽ എന്താ മഞ്ജുഷേ നമ്മൾ പറഞ്ഞതാണ്, ഞങ്ങളുടെ ഇതിന്റെ ഈ മുഖ്യമന്ത്രിയുടെ തെരഞ്ഞെടുപ്പാണെങ്കിലും പ്രതിപക്ഷ നേതാവിന്റെ തെരഞ്ഞെടുപ്പിലാണെങ്കിലും 2 ഫേസുകളാണുള്ളത്. ഇത് നമ്മൾ ഒട്ടേറെ തവണ സംസാരിച്ചിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഞാൻ ആവർത്തിക്കുകയാണ്. ഒന്നാമത്തെ ഫേസ് എന്ന് പറയുന്നത് കേന്ദ്ര നിരീക്ഷകർ കേരളത്തിൽ വരിക, അല്ലെങ്കിൽ ഏത് സംസ്ഥാനത്താണോ തെരഞ്ഞെടുപ്പ് നടന്ന് അവിടെ പോവുക, അവിടെയുള്ള തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള MLA-മാരെ കാണുക, അവരുടെ അഭിപ്രായം ആരായുക, അത് സമാഹരിക്കുക, അത് ഡൽഹിയിൽ റിപ്പോർട്ടായി കൊടുക്കുക. ഇത് കേരളത്തിലെ മാത്രമല്ല കേട്ടോ, കേരളത്തിൽ ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണെങ്കിലും ഇതിന് ഒരു വ്യത്യാസമില്ല. രണ്ടാമത് ഇതുമായി ബന്ധപ്പെട്ട നേതാക്കന്മാരെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ച് അവരുമായി ഇതാണ് സ്ഥിതി എന്ന് പറയുക അവരോട്. ഇപ്പൊ കർണാടകത്തിൽ അവിടുത്തെ പ്രധാനപ്പെട്ട നേതാക്കന്മാരായ സിദ്ധരാമയ്യയും അതോടൊപ്പം തന്നെ അവിടെയും തർക്കങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ പറയുന്നത് പോലെ മാധ്യമങ്ങൾ പറയുന്നത് തർക്കങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അവരെ അവിടെ വിളിച്ചിട്ടുണ്ട്, അവരോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്നലെ കേരളത്തിൽ തർക്കമുണ്ട് എന്ന് പറയപ്പെടുന്ന 3 നേതാക്കന്മാരെ അവിടെ വിളിച്ചിട്ടുണ്ട്, അവരുമായി 3-3.5 മണിക്കൂർ സംസാരിച്ചിട്ടുണ്ട്, അവരൊരു തീരുമാനമെടുത്തിട്ടുണ്ട്. ആ തീരുമാനം കൃത്യസമയത്ത് പുറത്തു വരും. ഞാൻ മനസ്സിലാക്കുന്നത് ചൊവ്വാഴ്ചയോ ബുധനാഴ്ചയോ തീരുമാനം വരുമെന്നാണ്. അപ്പൊ അതുകൊണ്ട് ഈ തീരുമാനങ്ങളൊക്കെ തന്നെ വളരെ കൃത്യതയോട് കൂടിയിട്ടാണ് നടക്കുന്നത്. ഒരു ലാഗും ഈ കാര്യത്തിലില്ല. കാരണം ഇത് ഇവിടെ മാത്രമല്ല, കേരളത്തിൽ നിന്ന് പുറത്തായിട്ടുള്ള പല സംസ്ഥാനങ്ങളിലും BJP സർക്കാരുകൾ അതാണല്ലോ ഞാൻ പറഞ്ഞത്. കുറച്ച് പ്രൊസീജിയറൽ കാര്യങ്ങളുണ്ട്, എല്ലാവരുമായിട്ട് സംസാരിക്കണ്ടേ. നമുക്കിപ്പോൾ ഇന്നലെ രാത്രി നമ്മുടെ ഈ ഡിസ്കഷൻ അവസാനിച്ച് എത്ര മണിക്കാണെന്ന് മഞ്ജുഷ് ലൈവ് ഇത് കൊടുത്ത ആളെന്ന നിലയിൽ മഞ്ജുഷിന് അറിയാമല്ലോ. ഏകദേശം 9-10 മണിയായി. ഇന്ന് ശ്രീ രാഹുൽ ഗാന്ധി ഡൽഹിയിലില്ല. അദ്ദേഹം ഇന്ന് വിജയുടെ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ചെന്നൈയിലേക്ക് പോയിട്ടുണ്ട്. അദ്ദേഹം രാത്രി മാത്രമേ മടങ്ങിയെത്തുകയുള്ളൂ. ഖാർഗേജി ഇന്ന് ബാംഗ്ലൂരിലേക്ക് പോയിട്ടുണ്ട്. അദ്ദേഹം ഇനി ചൊവ്വാഴ്ച മാത്രമേ ഡൽഹിയിലേക്ക് വരികയുള്ളൂ. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നിലനിൽക്കുമ്പോൾ പല ആളുകളോട് സംസാരിക്കേണ്ടതുണ്ട്. നേരത്തെ തന്നെ സൂചിപ്പിച്ചല്ലോ, കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള മുൻ KPCC അധ്യക്ഷന്മാരോട് സംസാരിക്കേണ്ടതുണ്ട്. അത് ശ്രീ VM സുധീരനോട് സംസാരിക്കും, ശ്രീ K മുരളീധരനോട് സംസാരിക്കും, ശ്രീ മുല്ലപ്പള്ളി രാമേന്ദ്രനോട് സംസാരിക്കും. അങ്ങനെയുള്ള പ്രമുഖരായ നേതാക്കന്മാരോട് സംസാരിക്കാനുണ്ട്. ഘടകകക്ഷി നേതാക്കളോട് ഞങ്ങളുടെ തീരുമാനം ഇതാണ്, ഞങ്ങൾ ഇന്നലെ ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഒരു ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ധാരണയുടെ അടിസ്ഥാനത്തിൽ 3 നേതാക്കന്മാരും അണികളോട് സംസാരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് അവർ വന്നു, സംസാരിച്ചു. ഇതിന്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷി, കേരളത്തിന്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷി അത് വിവരം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഒരു തരത്തിലുള്ള ലാഗും ഇല്ല. MLA-മാരുടെ പിന്തുണയിൽ തലപ്പൊക്കം കിട്ടിയ ആൾക്ക് KC വേണുഗോപാലിന് പിന്തുണ കുറഞ്ഞു പോകുമല്ലോ സ്വാഭാവികമായിട്ടും. അപ്പോൾ വീണ്ടും അത് മറ്റു ചർച്ചകളിലേക്ക് പോകേണ്ടി വരും. അപ്പോൾ താങ്കൾ ഈ പറഞ്ഞ പോലെ അത് ഇനിയും നീണ്ടുപോകുന്നു എന്നാവുമല്ലോ. നോക്കൂ, അങ്ങനെയല്ല. ഇല്ല. അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത്, നമുക്ക് 23-ാം തീയതി വരെ സമയമുണ്ട്. അടുത്ത സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വരാൻ നിലവിലുള്ള സാഹചര്യത്തിൽ താങ്കൾക്ക് തന്നെ അറിയാവുന്നതാണ്, മാധ്യമപ്രവർത്തകർ എന്ന നിലയിൽ ഈ സർക്കാരിന് 23-ാം തീയതി വരെയാണ് അവർക്ക് തുടരാൻ സാധിക്കുക, കാവൽ സർക്കാരിന്. ആ 23-ാം തീയതി വരെയുള്ള സമയം വരെയൊന്നും പോവില്ല. അങ്ങനെയൊന്നും വിഷമമൊന്നും വിചാരിക്കേണ്ട.
15-ാം തീയതിക്കുള്ളിൽ തന്നെ അതിന്റെ തീരുമാനം ഏകദേശം ആവുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം എനിക്കറിയില്ല ഇതൊക്കെ തീരുമാനിക്കേണ്ടത് അല്ലെങ്കിൽ പറയേണ്ട കാര്യങ്ങളൊക്കെ. പക്ഷേ ഞാൻ എൻ്റെ ഒരു നിഗമനവും എനിക്ക് ഈ കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കുന്ന ഒരാളെന്ന നിലയിൽ ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നത് മാത്രമാണ്. പാർട്ടി ഔദ്യോഗികമായി അത്തരത്തിലൊരു തീരുമാനം പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ടാണ് എനിക്കത് ഔദ്യോഗികമായി പറയാൻ കഴിയാത്തത്. അതുകൊണ്ട് ഇതിനകത്ത് ഒരു ലാഗുമില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഞങ്ങളുടെ ഘടകകക്ഷികളായിട്ടുള്ള ലീഗ്, അതോടൊപ്പം തന്നെ RSP, അതോടൊപ്പം തന്നെ നമുക്കറിയാവുന്നതുപോലെ ജോസഫ് വിഭാഗം ആളുകൾ, ഇവരോടൊക്കെ നമുക്ക് സംസാരിക്കണം. CMPയോട് സംസാരിക്കണം. ഇവരോടൊക്കെ സംസാരിച്ചിട്ട് ഞങ്ങളുടെ അഭിപ്രായം, ഞങ്ങളുടെ CLP, അതായത് കോൺഗ്രസ് ലെജിസ്ലേറ്റീവ് പാർട്ടി ലീഡറായി ഞങ്ങൾ തെരഞ്ഞെടുത്തിരിക്കുന്നത് ഇദ്ദേഹത്തെയാണ്. അത് ആരാണെന്നുള്ളത് ഹൈക്കമാൻഡ് അവരോട് പറയും. അപ്പൊ അതിനകത്ത് ഇതാണ് ഞങ്ങളുടെ തീരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറയാനുള്ളൊരു മര്യാദ ഞങ്ങൾ കാണിക്കേണ്ടതുണ്ടല്ലോ. അപ്പൊ അത് കാണിക്കണം. താങ്കൾ പറഞ്ഞതുപോലെ ചിലപ്പോൾ 4-5 ദിവസം എടുത്തേക്കും. കാരണം ഇവരോടൊക്കെ സംസാരിക്കണം. കാരണം ഞങ്ങൾക്ക് ധൃതിയുടെ ആവശ്യമില്ല. കാരണം 23-ാം തീയതി വരെ നമുക്ക് സമയമുണ്ട്. ഒരു 15-ാം തീയതിക്കുള്ളിൽ തന്നെ ഈ കാര്യങ്ങളൊക്കെ നടത്തിയാൽ മതിയാകും. കാരണം ഭൂരിപക്ഷത്തിന്റെ പ്രശ്നങ്ങളില്ലാത്തതുകൊണ്ട് ഇനി ഗവർണർ പോകുമോ വരുമോ എന്നുള്ള പ്രശ്നങ്ങളൊന്നും അത്തരത്തിലുമില്ല. അതുകൊണ്ട് ഒരു സർക്കാർ രൂപീകരിക്കുന്നതിനും അതുമായി ബന്ധപ്പെട്ട് സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും ഒരു തരത്തിലുള്ള ലാഗും ഉണ്ടാവില്ല. അതിനെല്ലാം സമയമുണ്ട്. 6-ാം തീയതിയാണ് ഇന്ന്. 6 ദിവസമായി. ഈ 6 ദിവസം എന്ന് പറയുന്നത് പല സംസ്ഥാനങ്ങളും 35 ദിവസം, 40 ദിവസം, 50 ദിവസമൊക്കെ എത്രയോ നമുക്കറിയാം BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ എടുത്തിട്ടുണ്ട്. അപ്പോഴൊന്നും ഈ പ്രശ്നമില്ലല്ലോ. കേരളത്തിൽ മാത്രം ഇന്ന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതിന്റെ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നു. നാളെ കോൺഗ്രസ് സർക്കാർ രൂപീകരിക്കണമെന്ന് പറഞ്ഞത് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞല്ലോ 18 രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഒരാൾ പോലും തർക്കിക്കാനുണ്ടായില്ല. നേതാക്കൾ ഇങ്ങനെ ഇടിച്ചിടിച്ച് നിൽക്കുകയാണ്. ആരെ വെട്ടണം, ആര് വീഴും എന്നൊക്കെയുള്ള ചോദ്യവുമായി 3 നേതാക്കൾ ഇടിച്ചിടിച്ച് നിൽക്കുന്ന ഈ സമയത്ത് അതാണ് തർക്കം എന്ന് പറയുന്നത്. അതാണ് വിമർശിക്കപ്പെടുന്നത്. ഇങ്ങനെ വിമർശിക്കപ്പെടുന്നതിന് വേണ്ടിയുള്ള അതൊക്കെ അല്ലല്ല, അതൊക്കെ ഇവിടെ മാധ്യമങ്ങളുടെ സൗകര്യത്തിന് പറഞ്ഞോളൂ. ഞങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. നിങ്ങൾ നിങ്ങളുടെ കാണുന്ന ആളുകൾക്ക്, നിങ്ങളുടെ പ്രേക്ഷകരോട് അവരോട് TRP റേറ്റിംഗ് കൂട്ടുന്നതിന് വേണ്ടി ഇങ്ങനെയൊക്കെ പറയുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് ഒരു കൺഫ്യൂഷനും ഇല്ല. ഞങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു നിങ്ങൾ പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ മഞ്ജുഷേ, ഒരു തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ പാർട്ടിയിൽ വളരെ പ്രഗത്ഭരായിട്ടുള്ള നേതാക്കന്മാരുണ്ട്. നേതാക്കന്മാർ ഒരുപാടാണ്, അതിനൊരു സംശയമില്ല. ഇപ്പൊ ഈ 3 നേതാക്കന്മാർ മാത്രമല്ല, ഈ 3 നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇത്തരത്തിലൊരു താല്പര്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് പോലും എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. എന്തായാലും പ്രതിപക്ഷ നേതാവും അതോടൊപ്പം തന്നെ ശ്രീ രമേശ് ചെന്നിത്തലയും അവരുടെ താല്പര്യം അറിയിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ശ്രീ KC വേണുഗോപാലിന് അത്തരത്തിലൊരു താല്പര്യമുണ്ടോ ഇല്ലയോ കാര്യത്തിൽ എനിക്ക് വലിയ ധാരണയില്ല. പക്ഷേ താല്പര്യമില്ലാഞ്ഞിട്ടല്ലേ ഈ MLA-മാർ 46 പേർ KC വേണുഗോപാലിന്റെ പേര് പറഞ്ഞത്? താങ്കൾ ആ കാര്യം മാത്രം പറയരുത്. കിരൺ, എന്താണ് ഇന്ന് എന്തായാലും ചോദിക്കട്ടെ, ചർച്ചകൾ നടന്നിട്ടില്ല. ഞാൻ വരാം, താങ്കളിലേക്ക് വരാം. ഞാൻ ചോദിക്കുന്ന ഒരു മിനിറ്റ് എനിക്ക് ഒറ്റ ചോദ്യം, മഞ്ജുഷിന്റെ ഒറ്റ ചോദ്യം. മഞ്ജുഷേ, ഏതെങ്കിലും ഒരു MLA-യോട് അദ്ദേഹം എന്റെ പേര് പറയണമെന്ന് പറഞ്ഞതായിട്ട് മഞ്ജുഷിന് അറിയാമോ? പിന്നെ അതല്ലാതെ ഏതെങ്കിലും ഒരു MLA-യോട് എന്റെ പേര് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ളതായി അറിയാമോ? എനിക്കറിയില്ല. മന്ത്രിക്കായുള്ള മത്സര രംഗത്ത് ഇല്ല എന്നാണ് MLA-മാരല്ല നിയുക്ത MLA-മാർ അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞു എന്നാണോ? വെറുതെ അത്തരത്തിലുള്ള ആർഗ്യുമെന്റിലേക്ക് വരരുത് ശ്രീ GB ഹരി. അദ്ദേഹം ബാറ്റ് ചെയ്യുന്നത് മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ MLA-മാർ അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ക്യാമ്പയിനിങ് അല്ലാതെ എന്താണ്? അത് 3 പേരും തന്നെയാണ്. താങ്കൾ കാണുന്നത് അദ്ദേഹത്തിന്റെ പേര് പറയുന്നത് എന്തോ? ഞാൻ ചോദിക്കട്ടെ, താങ്കൾ തന്നെ കൊടുത്ത ലിസ്റ്റ് പ്രകാരം 46 പേർ അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞു എന്ന് നിങ്ങളുടെ ചാനൽ തന്നെ പറയുന്നു. ഞാൻ ചോദിക്കട്ടെ, അതൊരു കുറവായിട്ടാണോ നിങ്ങൾ കാണുന്നത്? അദ്ദേഹം ബാറ്റ് ചെയ്യുന്നുണ്ട്. അദ്ദേഹം ഞങ്ങൾക്ക് പലർക്കും സീറ്റ് ഉറപ്പിച്ചു തന്നു, പിന്നെ ഫണ്ടുകൾ അറേഞ്ച് ചെയ്തു തന്നു. അതുകൊണ്ട് അദ്ദേഹത്തെ കൈവിടാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു പേര് പറയേണ്ടി വരുമ്പോൾ ഈ 92 അദ്ദേഹമല്ല സീറ്റ് ഉറപ്പിച്ചത്. ഇല്ലാത്ത കാര്യം പറയരുത് മഞ്ജുഷ, ഇല്ലാത്ത കാര്യം പറയരുത്. 92 സ്ഥാനാർത്ഥികളെയും നിശ്ചയിച്ചത് കൂട്ടായിട്ടാണ്. അദ്ദേഹം ഇരിക്കുന്ന ഒരു എനിക്കറിയാവുന്നത് ഞാൻ കൃത്യമായിട്ട് പറയാം. 5 അംഗ കമ്മിറ്റിയിൽ ശ്രീ രമേശ് ചെന്നിത്തല, ശ്രീ VD സതീശൻ, ശ്രീ KC വേണുഗോപാൽ, അതോടൊപ്പം ശ്രീ ദീപാദാസ് മുൻഷി, അതോടൊപ്പം നമുക്കറിയാവുന്ന പോലെ ഇവിടുത്തെ ചുമതലയുണ്ടായിരുന്ന ഇവിടുത്തെ AIC സെക്രട്ടറിമാരടക്കമുള്ള ആളുകൾ ഇരുന്ന് അതിനുശേഷം ഞങ്ങളുടെ പ്രധാനപ്പെട്ട കമ്മിറ്റി ശ്രീ രാഹുൽ ഗാന്ധി, ശ്രീ ഖാർഗെ അടക്കമുള്ള ആളുകൾ ചേർന്നിട്ടാണ് അത് ഡിക്ലെയർ ചെയ്യുന്നത്.